വെല്ലുവിളിക്കുക. നാളെ രാവിലെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രകാശം മാസ്റ്റർ ധൈര്യമുണ്ടെങ്കിൽ വരിക. ഏത് മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ അവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങളൊന്ന് കാണിച്ചു തരിക. ഒരൊറ്റ മൾട്ടി സ്പെഷ്യാലിറ്റി ഇല്ല. ഈ സംവിധാനമാണ് സിസ്റ്റമെങ്കിൽ ആ സംവിധാനത്തെ നിയന്ത്രിക്കാൻ സർക്കാരിനൊരു ഇച്ഛാശക്തി വേണ്ടേ? അല്ല, ഇച്ഛാശക്തി പോയിട്ട് അതാണ് തൻ്റെ ഉത്തരവാദിത്വം പോലും തിരിച്ചറിയാത്തൊരു മന്ത്രിയല്ലേ ഉള്ളത്. നമ്മൾ ആ മന്ത്രിയിൽ നിന്ന് ഏത് ഇച്ഛാശക്തിയെക്കുറിച്ചാണ് മാധു ചോദിക്കുന്നത്? സിസ്റ്റം തകരാറിലാണെന്ന് യാതൊരു ഉളുപ്പുമില്ലാതെ മാധ്യമങ്ങളോടൊന്ന് പറയുമ്പോൾ ഞാനാണ് ആ സിസ്റ്റം ശരിയാക്കാൻ ഉത്തരവാദിത്തപ്പെട്ട കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ വകുപ്പ് ഭരിക്കുന്ന മന്ത്രി എന്ന് പോലും തിരിച്ചറിവില്ലാത്ത ഒരാളല്ലേ. പിന്നെ അങ്ങ് പറയുന്ന പോലെ ഈ മന്ത്രി മുതൽ താഴോട്ട് മുഴുവൻ ഈ സിസ്റ്റം തകരാറിലല്ലേ. HDS മാത്രമല്ലല്ലോ, DMOമാർ മുതൽ ഇങ്ങോട്ടേക്കെല്ലാം തകരാറിലല്ലേ. എവിടെയാണിത്? ഇപ്പോൾ ശ്രീ പ്രകാശിനും ഇരുന്നുകൊണ്ട് വലിയ നേട്ടങ്ങളെക്കുറിച്ച് പറയുന്നുണ്ടായിരുന്നു. ഒരിക്കൽ കോവിഡിനെ സംബന്ധിച്ചിട്ടുള്ള നേട്ടവും ഒരു അവാർഡും കിട്ടിയതൊക്കെ എങ്ങനെയാണെന്നുള്ളത് പിന്നീട് പത്രങ്ങളിലൊക്കെ വന്നല്ലോ, ആരാണ് പോയി അഭ്യർത്ഥിച്ചതും എന്നുള്ളത് സംബന്ധിച്ച്. അപ്പോൾ അവാർഡുകളുടെ നേട്ടത്തിൽ നിങ്ങൾ കേരളത്തിലെ ആരോഗ്യരംഗത്തിൻ്റെ സക്സസ് പറയാനാണെങ്കിൽ അത് പലപ്പോഴും ഈ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാത്തതായിരിക്കും. യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഈ പറയുന്ന മനുഷ്യർക്ക് അവിടെ ചെല്ലുമ്പോൾ സൂചിയും നൂലും പോലും പഞ്ഞിയും പോലും കയ്യിലെ പണം കൊടുത്ത് മേടിക്കേണ്ടി വരുന്നു എന്ന് പറഞ്ഞ സാഹചര്യം. മാധു, ഞങ്ങളൊക്കെ രാഷ്ട്രീയ ബോധകരാണ്. ഞങ്ങൾക്കറിയാം. ഒരു 3 മാസം മുമ്പാണ് കോട്ടയം മെഡിക്കൽ കോളേജിൽ ഞങ്ങൾ ഇവിടുത്തെ ഒരു ആൾ ചികിത്സയ്ക്ക് പോയിട്ട് അവസാനം അവരുടെ ചികിത്സ എല്ലാം കഴിഞ്ഞപ്പോൾ 65,000 രൂപ കെട്ടിവെക്കണം. എന്തിനാണ്? ഈ ഉപകരണം ഉൾപ്പെടെ പുറത്തുനിന്ന് മേടിക്കാൻ പൈസ ഇല്ലാതെ ഞങ്ങൾ നാട്ടുകാർ പിരിച്ചു കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾക്കറിയാം. ഈ പറയുന്ന താലൂക്ക് ആശുപത്രി മുതൽ ഇങ്ങോട്ടേക്ക് വലിയ സംവിധാനമാണെന്ന് പ്രകാശം പറയും. ഞാൻ വെല്ലുവിളിക്കുക. നാളെ രാവിലെ തൃപ്പൂണിത്തുറ താലൂക്ക് ആശുപത്രിയിലേക്ക് പ്രകാശം മാസ്റ്റർ ധൈര്യമുണ്ടെങ്കിൽ വരിക. ഏത് മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ അവിടെ ഉണ്ടെന്നുള്ളത് ഞങ്ങളൊന്ന് കാണിച്ചു തരിക. ഒരൊറ്റ മൾട്ടി സ്പെഷ്യാലിറ്റി ഇല്ല. നിങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രമാക്കിയ CHCയെ കുറിച്ച് പറഞ്ഞല്ലോ. പൂത്തോട്ടയും മുളന്തുരുത്തി ഉൾപ്പെടെ 3 CHC ഉണ്ടായിരുന്ന ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു ഞാൻ. ഒരു ഡോക്ടർ 2 PSC ഹാൻഡ് മാത്രമാണ് ഡോക്ടർ ഉള്ളത്. 8 പേര് വേണ്ടെടുത്ത് 2 പേരെ വെച്ച് ബാക്കി NHMന്റെ ഡോക്ടർമാരെ കൊണ്ട് ഓടിപ്പിക്കുകയാണ്. 400-500 രോഗികളെ ദിവസവും വെച്ച് നോക്കി വിടുകയാണ്. ഒരു സമയവുമില്ല. അവരെ പോലും കുറ്റപ്പെടുത്താൻ കഴിയില്ല. ഒരു സംവിധാനവും ഇല്ല. ജീവൻ രക്ഷാ മരുന്നുകൾ കൊടുക്കുന്നില്ല. അവിടെ ഒരു സംവിധാനവും ഇല്ലാതെ താലൂക്ക് ആശുപത്രികൾ വരെ മുഴുവൻ റഫറൽ കേന്ദ്രങ്ങളായി മാറുകയാണ്. ഈ ലോഡ് മുഴുവൻ ജനറൽ ഹോസ്പിറ്റലിലേക്കും മെഡിക്കൽ കോളേജിലേക്കും ചെന്ന് അവിടെ തറയിൽ പോലും രോഗികൾ കിടക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തുകയാണ്. രാഷ്ട്രീയ പ്രവർത്തകർ ശുപാർശ ചെയ്താൽ മാത്രമേ കേരളത്തിലെ ജനറൽ ഹോസ്പിറ്റലുകളും മെഡിക്കൽ കോളേജിലും ചികിത്സയും ബെഡും ICUവും കിട്ടൂ എന്ന് പറഞ്ഞ സാഹചര്യത്തിലാണ് കേരളം നിൽക്കുന്നത്. നിങ്ങൾ പറയുന്ന അവാർഡുകൾ സാധാരണക്കാരെ മനുഷ്യരോട് പോയിട്ട് ചോദിക്കുക, അവർ അവാർഡാണോ തരുന്നത് എന്ന് നോക്കുക. കൈയകലം വെച്ച് സംസാരിക്കാവോ? രോഗികളിൽ അടക്കമുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ, അനുമതി വാങ്ങിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ കൂടി ഈ അന്വേഷണ റിപ്പോർട്ടിന്റെ ഭാഗമായി നടത്തിയ എൻക്വയറിയിൽ ഉണ്ടായിരുന്നു അത്രേ. അപ്പൊ അവിടെ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നത് ഡോക്ടർ പറഞ്ഞ അധികൃതർ അറിഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഞങ്ങൾ എല്ലാവരും ചേർന്നും അറിഞ്ഞും സംസാരിച്ചുമൊക്കെയാണ് ഇത് ചെയ്തിരുന്നത് എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അത്രയും ഗുരുതരമായ ഒരു ആരോപണം, അങ്ങനെ നടക്കാത്തൊരു കാര്യം എങ്ങനെയാണ് മുന്നോട്ട് വെക്കുക? അവിടെ വരുന്ന 100 കണക്കിന് ആളുകളിലെ ഇപ്പോഴും ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റിലൊക്കെ വരുന്ന ആളുകൾ എല്ലാവരും ഇതിന് ഇരയാവുകയോ അല്ലെങ്കിൽ ഈ ഇത് നടക്കാൻ വേണ്ടി കൃത്യസമയത്ത് ശസ്ത്രക്രിയകൾ നടക്കാൻ വേണ്ടി പണം പിരിക്കുകയോ ഒക്കെ ചെയ്യുന്നവരുണ്ട്. അവരെയൊക്കെ സാക്ഷികളാക്കിക്കൊണ്ടല്ലേ ഡോക്ടർ അങ്ങനെ ഒരു കാര്യം പറയുന്നത്? ഇല്ലാത്ത ഒരു കാര്യം സർക്കാരിനെതിരെ പറയുന്ന ഒരാൾ എന്ന നിലയ്ക്കായിരിക്കും അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവുക. മാധു, അതാണ് ഞാൻ പറയുന്നത്. അന്ന് നിങ്ങൾ ഈ വിഷയം നടക്കുന്ന സമയത്ത് സാധാരണക്കാരായ രോഗികളുടെ എല്ലാം ബൈറ്റുകൾ നിങ്ങൾ എടുത്തവരാണ് ഇല്ലേ? നിങ്ങൾ രാവിലെ ആ എറണാകുളം ജനറൽ ഹോസ്പിറ്റലിലേക്ക് 240 മേലെ രോഗികൾ ഇന്ന് ശസ്ത്രക്രിയക്ക് ഓപ്പൺ ഹാർട്ട് സർജറിക്ക് വേണ്ടി കാത്തു നിൽക്കുകയാണ്. ആ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് 240 പേര് നിൽപ്പുണ്ടെങ്കിൽ അവിടെ അതിന് വേണ്ട ഉപകരണങ്ങളില്ലാതെ അവർക്ക് ശസ്ത്രക്രിയ നടത്താൻ കഴിയുന്നില്ല. ഇതിൽ പല ആൾക്കാരും കയ്യിൽ നിന്ന് പണം ഒപ്പിച്ച് ചിലപ്പോൾ അവിടെ ചെയ്യും, അല്ലെങ്കിൽ പുറത്ത് പ്രൈവറ്റ് ആശുപത്രിയിൽ കൊള്ളപ്പലിശയ്ക്ക് പണം എടുത്തു പോകും, ചിലർ മരിച്ചു പോകും. അതല്ലേ സാഹചര്യം? ഡയാലിസിസ് പേഷ്യന്റിന് ചെയ്യാനായിട്ട് അവർക്ക് അതുപോലെ സൗകര്യം. മാതൃഭൂമിയല്ലേ റിപ്പോർട്ട് ചെയ്തത് കോട്ടയം മെഡിക്കൽ കോളേജിൽ 18 സർജന്മാർ വേണ്ടെടുത്ത് 8 പേരെ ഉള്ളൂ എന്നുള്ള റിപ്പോർട്ട് ചെയ്തത് മാതൃഭൂമി തന്നെയല്ലേ? കേരളത്തിന്റെ ആരോഗ്യരംഗം മുഴുവൻ ഇന്ന് വെന്റിലേറ്ററിലാണെന്ന് പറയുന്നത് ഇതുകൊണ്ടാണ്. ഞങ്ങൾ ആ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണി വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ അങ്ങ് പറയുന്ന CHകളൊന്നും ഒരു ഡോക്ടർമാരെ നിയമിച്ചിട്ടില്ലെന്നേ. നിങ്ങൾ പേരിന് ബ്ലോക്ക് തല ആരോഗ്യ കേന്ദ്രങ്ങളാക്കി മാറ്റി എന്ന് മാത്രമേ ഉള്ളൂ. ആർദ്രം മിഷന്റെ പേരിൽ എത്ര ഡോക്ടർമാരെ നിയമിച്ചെന്ന് പ്രകാശ് മാഷ് പറയാമോ? ആർദ്രം മിഷന്റെ പേരിൽ കേരളത്തിലെ പല ആശുപത്രികളിലും നിങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാക്കി എത്ര ഡോക്ടർമാരെ നിയമിച്ചു?
നിങ്ങൾ CHCകളുടെ സ്റ്റാഫ് പാറ്റേൺ അനുസരിച്ച് നിയമിക്കേണ്ട ഡോക്ടർമാരെയും ജീവനക്കാരെയും നിയമിച്ചിട്ടില്ല. കേരളത്തിൽ ഇന്ന് മനുഷ്യർ വിലക്കയറ്റം കൊണ്ടും മറ്റും പുറകെ നിൽക്കുമ്പോൾ സർക്കാർ ആശുപത്രിയിലേക്ക് ചെല്ലുന്നുണ്ട്. ആ എണ്ണം വെച്ചുകൊണ്ട് നിങ്ങൾ നേട്ടം പറയരുത്. ആ ചെല്ലുന്ന മനുഷ്യർക്ക് ചികിത്സ കൊടുക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം.